എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബാലചന്ദ്രൻ അലീനോട് പറയുവാണ്, അലീനെ പോലെ ഒരു മകളെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് മനസ്സിലെ ആ ദേഷ്യവും കൊടുങ്കാറ്റും എല്ലാം ഒന്ന് അടക്കി ബാലചന്ദ്രൻ ശാന്തനായതെന്ന്. എന്നിട്ട് അലീനെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് സംസാരിക്കുവാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. അലീനെ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പറയുവാണ്, ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ വിവാഹം കഴിക്കാം. കാരണം നിന്റെ മുറപ്പെണ്ണാണ് അവൾ. ഞാൻ കൃഷ്ണമോൾക്കും ബബിതമോൾക്കും കൊടുക്കുന്ന സ്ഥാനവും സ്നേഹവും സ്വത്തും അതെന്താണെങ്കിലും തുല്യമായിട്ട് അലീനയ്ക്കും കൊടുക്കും എന്ന് ബാലേന്ദ്രൻ പറയുമ്പം മനു പറയുവാണ്, അങ്കിൾ എന്നെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന്. ഏതായാലും മനുവിനോട് അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പം ബാലേന്ദ്രൻ കാണുന്നത് വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. കൃഷ്ണമോള് അലീന ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് അവളുടെ പ്ലേറ്റ് എടുത്ത് വലിച്ചെറിയുവാണ് രോഹിത്. അത് കണ്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ബാലേന്ദ്രൻ്റെ ആ നിപ്പും മട്ടും ഒക്കെ കാണുന്നത് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. ചാടി എഴുന്നേറ്റ് നിൽക്കുവാണ്. രോഹിത് ഇത്തിരി ദേഷ്യത്തിൽ ഇത്തിരി നെഞ്ചൊക്കെ വിരിച്ച് ചെന്നതാണ്. പക്ഷെ അടിച്ചവൻ്റെ കരണം പൊളിക്കുന്നുണ്ട്. ആകെ തകർന്ന് നിൽക്കുന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് ഒരുപാട് തർക്കത്തിനും ഒന്നും വൈജയന്തി പോകാറില്ല. പോകാൻ പേടിയായിട്ടാന്ന് തോന്നുന്നു. ഏതായാലും രോഹിത്തിന് കിട്ടാനുള്ളത് കിട്ടി ബോധിച്ചു. ഇത് കാണുന്ന അലീനയ്ക്ക് ആകെ വിഷമമാകുന്നുണ്ട്. കാരണം അലീനയുടെ പേരിലാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് ശേഷം വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, നിനക്കിതൊക്കെ കാണുമ്പം സന്തോഷമാകുന്നുണ്ടായിരിക്കുമല്ലോ. സന്തോഷിക്കടി പിശാചെ, ഈ കുടുംബം എത്ര സന്തോഷമായിട്ട് സ്വർഗം പോലെ പോയതാണ് എന്നറിയാവോ. അത് നശിപ്പിക്കാൻ വേണ്ടി കയറി വന്ന പിശാചാണ് നീ എന്നൊക്കെ അലീനയോട് പറയുന്നുണ്ട്. അലീന അതൊരുപാട് സങ്കടത്തോടെ കേട്ട് നിൽക്കുന്നുമുണ്ട്. ഇതിനിടയ്ക്ക് രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട്. രേവതിക്കുട്ടി ഗ്രേസിയമ്മയോട് ചോദിക്കുവാണ്, അവരെ അച്ഛനെന്നും അമ്മയെന്നും ഒക്കെ വിളിച്ചോട്ടെ എന്ന്. അത് കേൾക്കുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഈ വലിയ സംഘർഷങ്ങൾക്കിടയിൽ ചെറുതായിട്ട് രേവതിക്കുട്ടി ഒന്ന് കാണിച്ചു പോകുന്നു. ഏതായാലും ബാലചന്ദ്രൻ രോഹിത്തിനെയും കൂടി അടിച്ച സ്ഥിതിക്ക് ആകെ പ്രശ്നമാകുന്നു. ചേട്ടന്മാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഏട്ടന്മാർ എല്ലാവരോടും വന്ന് കാര്യങ്ങൾ പരിഹരിക്കാൻ തീരുമാനിക്കുന്നു. ശിവേട്ടനും അതുപോലെ രാജീവും എല്ലാവരും നാട്ടിലേക്ക് വരുവാണ്. രാജീവിനെ വിളിച്ച് ശിവേട്ടൻ പറയുന്നുണ്ട്, നമ്മൾ നാട്ടിലേക്ക് പോകുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടേ ഇനി തിരിച്ചു വരുന്നുള്ളൂ എന്ന്. അങ്ങനെ രണ്ടുപേരും കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പരിഹാരത്തിനായി ഏട്ടന്മാർ വന്നതറിഞ്ഞ് വൈജയന്തി തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അലീനോട് പറയുന്നുണ്ട്, എടി എനിക്ക് 1 ഡസൻ ആൾക്കാരുണ്ട് കുടുംബക്കാരായിട്ട്, അവരെല്ലാം നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണാൻ എന്ന് പറഞ്ഞൊരു ഭീഷണിയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അലീന ഇത് ബാലേന്ദ്രനെ അറിയിക്കുന്നുമുണ്ട്. ബാലേന്ദ്രൻ ഭയങ്കര കൂളാട്ടോ. ബാലേന്ദ്രൻ അറിയാലോ, കയ്യിലിരിക്കുന്ന ബോംബ് അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാണോ നാണം കെട്ട് തലയും താഴ്ത്തി ഇറങ്ങി ഓടും എന്നറിയാലോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രന് ടെൻഷനൊന്നുമില്ല. ഏതായാലും പറഞ്ഞ പോലെ തന്നെ 3-4 വണ്ടികളിലായിട്ട് കുടുംബക്കാരെല്ലാവരും കൂടി വരുന്നു. വന്നു കഴിഞ്ഞ് ബാലേന്ദ്രനെ വിളിക്കാം, നമുക്കങ്ങ് തുടങ്ങി വയ്ക്കാമെന്ന് പറയുവാണ്. ബാലേന്ദ്രൻ ഇറങ്ങി വരും. വന്ന് സംസാരിക്കുമ്പം രാജീവൻ എപ്പോഴും മുടയായിട്ട് ചെല്ലുമല്ലോ. രാജീവൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത് എന്ന്. അതിന് ബാലേന്ദ്രൻ കൊടുക്കുന്ന മറുപടിയാണ്, കൊല്ലപ്പള്ളി കൈതിക്കൽ മാളിക വീട്ടിലെ തറവാട്ടുകാരെ മൊത്തത്തിലാണ് എന്ന്. അത് കേൾക്കുന്നതേ രാജീവിൻ്റെ രക്തം അങ്ങ് തിളച്ച് കയറുന്നു. രാജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുമായിട്ട് കൈ ചൂണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ശിവേട്ടൻ കുറച്ച് മയത്തിൽ കൈയൊക്കെ താത്തിയിട എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നുണ്ട്. ആ തർക്കം മൂക്കുമ്പം ലാസ്റ്റ് സഹിയിട്ട് ബാലചന്ദ്രൻ രാജീവിൻ്റെ കരണം അടിച്ച് പൊളിക്കുന്നുണ്ട്. മിക്കവാറും തോന്നിവാസം പറഞ്ഞ് കാണും അലീനയും ബാലേന്ദ്രനെയും കൂട്ടി. അതുകൊണ്ടായിരിക്കും കർണം തീർത്തോണം കൊടുക്കും. എന്നിട്ട് തിരിച്ച് കയറി പോകുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അലീനയുടെ വിഷയം പറഞ്ഞ് കൊല്ലപ്പള്ളിയിൽ നിന്നും ഒരെണ്ണം എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആകെ തകർന്ന് നിൽക്കുവാണ് വന്ന എല്ലാണവും. ഏതായാലും കിട്ടേണ്ടവർക്കെല്ലാം രാജീവിനും രോഹിത്തും സഹിതം എല്ലാവർക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടി ബോധിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ആ ഗംഗാധരനെ ഒന്ന് വിളിച്ച് ചോദിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ഏതായാലും ഇതൊക്കെയാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട്